എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള tresleches കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ്, മറ്റു കേക്കിനേക്കാളും എളുപ്പമാണ് ചെയ്തെടുക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും ചേർത്ത് 3 പ്രാവശ്യം നല്ലപോലെ ഒന്ന് ഇടഞ്ഞ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇടഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട വേണം. 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പിന്ന് 1 ടേബിൾ സ്പൂൺ കുറച്ച് പഞ്ചസാരയും, അതുപോലെ ഓയിൽ 1 ടേബിൾ സ്പൂൺ, 1/4 കപ്പ് പാല്. ഇത്രയാണ് ആവശ്യം. ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനിടയ്ക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. തരിതരേനയുള്ള പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ പൊടിച്ചതാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് തന്നെ എടുക്കണം. ഇനി ഇതിലേക്ക് നല്ലപോലെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്ത് വരണം കേട്ടോ. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ജസ്റ്റ് സ്പീഡ് കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ പാല് 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോഴും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ ഇതിവിടെ ബീറ്റ് ചെയ്ത് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 3 ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുക. ബേക്കിംഗ് ടൈം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ ഒരു 25 to 30 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ചെയ്യാം കേട്ടോ, പാനിലൊക്കെ ചെയ്യാം, അതിലൊന്നും പ്രശ്നമില്ല. അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്യുക. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു 25 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നല്ലപോലെ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു 3 മിൽക്ക് വെച്ച് നനച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ആണെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ 1/4 കപ്പ് പാല്, സാധാരണ പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ഇവോപ്പറേറ്റഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതേപോലെ ഒരു 200 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മിഠായി മേറ്റിൻ്റെ ഒരു ടിന്ന്. ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ, നിർബന്ധമില്ല. പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിൽ വെച്ചിട്ട് അതിൽ നല്ലപോലെ ഇങ്ങനെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോൾസ് ഉണ്ടാക്കി വെക്കാം. ഈ ഒരു പാൽ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പാൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ 3 മിൽക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലപോലെ വെറ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഈ കേക്കിനെ 3 മിൽക്ക് കേക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഒഴിക്കുക. എന്നിട്ട് ബാക്കി അവിടെ വെക്കുക. അത് കഴിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലപോലെ കുതിർന്ന ആ പാലൊക്കെ കണ്ടില്ല, അതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ വലിഞ്ഞിറങ്ങും. ഇതിന് ശേഷം നല്ലപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പുറത്തൊക്കെ കൊടുക്കാൻ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റുന്ന ഒരു കേക്ക് തന്നെയാണിത്. അപ്പോൾ അന്നേരം ഇങ്ങനെ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാമെന്നുള്ളതൊരു ഭംഗിയല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നല്ലപോലെ നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പിസ്ത ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് നട്ട്സ്, ബദാം, പിസ്ത പോലത്തെയുള്ള നട്ട്സ് ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിൾ ഡെക്കറേഷൻസ് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ചെറീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കാൻ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു മിൽക്കും കൂടെ ഒഴിക്കുക. എന്നിട്ട് ഒരു പുഡിംഗ് പോലെ കോരി കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.